മുത്തുമണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാം മുത്തുമണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാം. അതെ, മലയാള കിച്ചൻ നിങ്ങൾക്ക് തരുന്നത് ഇന്നൊരു തീയലാണ്. അടിപൊളി ഒരു തീയൽ. അതിനൊരു തർക്കവും വേണ്ട. ഏറ്റവും ലളിതമായി, ഏറ്റവും വളരെ ഈസി ആയിട്ട്, അതുപോലെ ഏറ്റവും സാധനങ്ങൾ കുറച്ചുണ്ടാക്കാവുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, ടേസ്റ്റുള്ള, വളരെ രുചിയുള്ള അടിപൊളി ഒരു തീയൽ നിങ്ങൾക്ക് മലയാളികളുടെ മുമ്പിൽ നിങ്ങളുടെ സ്വന്തം ചാനൽ മലയാളി കിച്ചണിലേക്ക് ഇതാ പിടിച്ചെറിഞ്ഞ് തരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉള്ളിത്തീയലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന ഡിഷ്. വളരെ വ്യത്യസ്തമായിട്ട് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളിത്തീയൽ. എല്ലാവർക്കും തീയലെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിഷ് കൂടിയാണ്. ചോറിൻ്റെയൊക്കെ ഒപ്പം തീയൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഉള്ളിത്തീയൽ എങ്ങനെ നമുക്ക് ഈസിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് ഞാൻ ഉള്ളി ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 1/2 കിലോയോളം ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല വലിയ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, 2 മുറി തേങ്ങ. അപ്പോൾ ഇത് നമ്മളിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിന് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങ ഇടുകയാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം നമ്മൾ. അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നതിനോടൊപ്പം ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി തന്നെ ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിനൊപ്പം മല്ലിയും മുളകുമാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലിയായിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളമയം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കിനും മല്ലിയും മുളകും കൂടി ആ സമയത്ത് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ പൊടിയാണ് ചേർക്കുന്നത്, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് അത് ഞാൻ ലാസ്റ്റിൽ ആണ് ചേർക്കുന്നത്. ഇത് നമുക്കൊന്ന് എന്തായാലും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമയം എല്ലാം തേങ്ങയിൽ നിന്ന് മാറിയിട്ടുണ്ട്. മല്ലി മുളകുമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാം. എന്നിട്ട് ബാക്കി ഉള്ള വറവിൽ മല്ലിയും മുളകും നമ്മുടെ ഇതിൽ മൂത്ത് കറക്റ്റ് സെയിം അളവിൽ തന്നെ മൂത്ത് കിട്ടുന്നതാണ്. ഇത് എന്തായാലും നമുക്ക് വറക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് കുറച്ചൊരു ബ്രൗൺ നിറമാകട്ടെ. തേങ്ങ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഇത് പിരിയൻ മുളകിൻ്റെ കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിവിടെ ഏകദേശം 2.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നീട് മല്ലിപ്പൊടി തീയലാണ്, അതുകൊണ്ട് തന്നെ അധികം മല്ലിപ്പൊടിയായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഞാനിവിടെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. ആ പൊടിയുടെ ഒരു പച്ച മണം മാറിക്കിട്ടണം നമുക്ക്. അപ്പോൾ അതുവരെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്, കറിവേപ്പിലയും നമ്മൾ ചേർത്ത ഉള്ളിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വാങ്ങാൻ, അല്ലെങ്കിൽ തേങ്ങയുടെ മൂപ്പ് എന്ന് പറയുന്നത്. ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് നമുക്കിനി ആറിയ ശേഷം വെള്ളം തൊടാതെ നന്നായിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം തൊടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കണം. ഇത് ആറുന്നത് വരെ, ഒന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റാനുണ്ട്. നമുക്ക് ആ പ്രോസസ്സിലേക്ക് പോകാം. ഇതെന്തായാലും ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിതിന് വറുത്ത തേങ്ങ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് തേങ്ങയുടെ അംശമുണ്ട്, അത് കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ, തീയലെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കേരളീയ നാടൻ വിഭവമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം 3 പച്ചമുളക് നെടുകെ അരിഞ്ഞത് കീറിയിട്ടേക്കുന്നതാണ്. അപ്പം ഇത് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി 1/2 കിലോ ചെറിയ ഉള്ളിയോളം ഉണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവുമ്പോൾ ഒന്ന് താഴും. അപ്പോൾ താഴ്ന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിവേപ്പില നന്നായിട്ട് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ ഏറ്റവും നല്ലത് നമ്മളിതുപോലെ ഒന്ന് കീറിയിടുന്നതാണ്. നാടൻ കറിവേപ്പിലയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഈ സമയത്ത് മഞ്ഞൾപ്പൊടി,
മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നീട് ഉപ്പ് ഇതിപ്പം വഴറ്റി എടുക്കാവുന്നതിനുള്ള രീതിയിൽ നമുക്ക് ചേർക്കാം. പിന്നീട് ടേസ്റ്റ് അനുസരിച്ച് ലാസ്റ്റ് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഉള്ളിയിൽ തന്നെ, ഉള്ളിത്തീയലെന്ന് പറയുമ്പം ചെറിയ ഉള്ളിയിൽ തന്നെ ചെയ്യുക. അതിന് സവോള യൂസ് ചെയ്യാതിരിക്കുക. പിന്നീട് ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് എൻ്റെ അമ്മായിയുടെ റെസിപ്പി എന്ന് പറയാം, എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് അമ്മായിയുടെ തീയൽ, ഇളയ അമ്മായിയുടെ തീയൽ. അപ്പോൾ പിന്നെ അമ്മായി 2 വലിയമ്മായി ഉണ്ട്, കൊച്ചമ്മായി ഉണ്ട്. അപ്പോൾ കൊച്ചമ്മായിയുടെ തീയൽ എനിക്ക് എനിക്കെന്നല്ല ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഏറ്റവും ഇഷ്ടം ആ തീയൽ തന്നെയാണ്. അത് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്ത ഒരു തീയലാണ്. പിന്നീട് ഞാനിത് ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം ഏട്ടൻ ജസ്റ്റ് എങ്കിൽ അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മായിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് അതേ സെയിം മെത്തേഡിലാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. എൻ്റെ മെത്തേഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് അമ്മായിയുടെ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഇതൊന്ന് വഴണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പം നിങ്ങൾക്കും വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നും. എന്തായാലും ഇതിൻ്റെ ബാക്കി അങ്ങോട്ടുള്ള പ്രോസസ്സിങ്ങിലേക്ക് പോകാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് ഒരു വെയിറ്റ്. ഉള്ളി ഏകദേശം വഴണ്ടി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുളി, നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലാണ് എടുത്തത്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. വാളംപുളി എന്ന് പറയും. അപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്. അല്ലാതെ ഇപ്പം വീട്ടിലൊക്കെ ചെയ്യുന്നവരുണ്ട്. ഈ പുളിയുടെ വെള്ളം നമുക്ക് പുളിപ്പിൻ്റെ ആവശ്യത്തിന് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. ഏകദേശം നമ്മുടെ ഉള്ളി വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ നമ്മൾ വഴറ്റി വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഇട്ടതും ഇപ്പം എത്ര ഉള്ളി ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം അതിൻ്റെ ഹാഫ് ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത ഉള്ളിയുടെ ഹാഫ് പോർഷനായി ഇപ്പം ഇത് വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ചത്. കറുത്ത പുളിയാണ് ഏറ്റവും ടേസ്റ്റും ബെസ്റ്റും. അപ്പോൾ വെളുത്ത പുളിയെക്കാട്ടിലും നല്ലത് കറുത്ത പുളി തന്നെയാണ്. തീർച്ചയായിട്ടും പുളിപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. പിന്നീട് തക്കാളി ഇഷ്ടമുള്ളവർക്ക് ഇതിൽ തക്കാളി ചേർക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് നാടൻ ആ ഒരു രീതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും പുളി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. തക്കാളി താല്പര്യം വളരെ ഇഷ്ടമുള്ളവർക്ക് ലാസ്റ്റിൽ തക്കാളി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പുളി ഇട്ടിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ആ പുളിയിലൊന്ന് തിളയ്ക്കണം. കാര്യം തിളച്ച് അതിൻ്റെ ആ ഒരു പുളിരസം ഉള്ളിയിലൊന്ന് പിടിക്കണം. അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തേങ്ങ തണുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ്, വെള്ളം തൊടാതെ അരച്ചതുകൊണ്ട് ഈ എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടും. ഇതാണ് തീയലിന് ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തീയലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വറുത്തിട്ട് അതിൻ്റെ കറക്റ്റ് മൂപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എണ്ണ തെളിഞ്ഞ് കിട്ടും. മൂപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ എണ്ണ തെളിയത്തില്ല. അതുപോലെ മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞൊരു കറുത്തിട്ട് നിൽക്കും. ഇത് നമുക്ക് ഇതുപോലെ ഇതേ കളറിൽ നമുക്ക് കിട്ടും. ഇതാണ് കറക്റ്റ് തീയലിൻ്റെ ആ ഒരു അരപ്പിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ഉള്ളി എന്തായാലും നന്നായിട്ട് പുളിയിൽ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കണം നമുക്ക് ലാസ്റ്റിൽ. അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് നമ്മൾ ഇതിനകത്തിട്ട് ഞാൻ മുഴുവനും ചേർത്തിട്ടുണ്ട്. അതിലും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ആ തേങ്ങ നന്നായിട്ട് ഇതിലേക്ക് എടുത്തിടുകയായിരുന്നു. ജാറ് കഴുകിയതോ അങ്ങനെ ഒരു വെള്ളം ഞാൻ ഇതിലോട്ട് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇപ്പം ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോൾ എണ്ണ നന്നായിട്ട് നമുക്ക് തെളിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പുളിപ്പൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. ഇത് പുളിയൊക്കെ കറക്റ്റ് ലെവലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയം പുളിയൊക്കെ ഒന്ന്
ജസ്റ്റ് നോക്കാം. നല്ല ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ. കാര്യം എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അതുകൊണ്ട് ഇതിൽ എണ്ണ പുറമേ നല്ല എണ്ണയുണ്ട്. ഇതിനകത്ത് ആകെ ചേർത്തിട്ടുള്ളത് നമ്മൾ ഉള്ളി വഴറ്റാനായിട്ട് മാത്രം കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ബാക്കി എണ്ണ നമ്മുടെ ഈ തേങ്ങയിൽ നിന്ന് വന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ഞാൻ മുന്നേ പറഞ്ഞു, നമ്മൾക്ക് ഇതിൻ്റെ എത്ര കൺസിസ്റ്റൻസിയാണ്, എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ചോറിലൊഴിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി നമുക്ക് ചെയ്യാം. അതല്ല തൊടുകൂട്ടാനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കൺസിസ്റ്റൻസിയാണ് പാകം. ഞാൻ എന്തായാലും കുറച്ച് ഗ്രേവി ആക്കിയാണ് ചെയ്യുന്നത്. കാര്യം ഇവിടെ ഉള്ളിത്തീയലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവർ ശരിക്കും ഉള്ളിത്തീയൽ കൂട്ടും. അതുമല്ല, ഇതിപ്പം ഉള്ളി ഞാൻ ഏകദേശം 1/2 കിലോയുടെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതെന്തായാലും കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ തേങ്ങയൊക്കെ ഒന്ന് കുറുകും. അപ്പം ആ ഒരു കുറുകലിൽ വീണ്ടും ടൈറ്റാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഏകദേശം 1 ഗ്ലാസ് വെള്ളം പൂർണ്ണമായിട്ടും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഈ സമയത്ത് ഉപ്പും പുളിയെല്ലാം ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാൻ നോക്കാം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ബാലൻസ് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സിമ്മിലിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഞാൻ കടുക് താളിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ കടുക് താളിക്കുമ്പോഴത്തേക്കിനും കുറച്ചും കൂടി ഓയിലി ആകും ഇത്. ഇനി ഞാൻ എൻ്റെ ഒരു ട്രേഡ് സീക്രട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ തീയലിനല്ല നമുക്ക് ഏതൊരു തീയലിനെയും ടേസ്റ്റ് കൂട്ടാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റ് കൂട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്സാണ്. തീർച്ചയായിട്ടും ഇത് എൻ്റെ ക്രെഡിറ്റ് അല്ല, അമ്മായിയുടെ ഒരു ടിപ്സാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേറൊന്നുമല്ല, നമ്മൾ ഈ തീയലിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഇതിലേക്ക് നമുക്ക് ഇത് എത്രയുണ്ട് നമുക്ക് അളവിനനുസരിച്ച് സാമ്പാർ പൊടി അത് ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പം എൻ്റെ ഇത്രയും തീയലിന് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ നമുക്ക് സാമ്പാർ പൊടിയിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കായത്തിൻ്റെയും ഉലുവയുടെയൊക്കെ ടേസ്റ്റ് കിട്ടും. അത് നമുക്ക് തീയലിന് സ്വാദ് കൂട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ സാമ്പാർ പൊടി ചേർക്കുന്നത്. ഇത് ഒരിക്കലും ടേസ്റ്റ് വ്യത്യാസമാക്കുന്നില്ല, ടേസ്റ്റ് കൂട്ടത്തേ ഉള്ളൂ തീയലിൻ്റെ. തീർച്ചയായിട്ടും ഇത് ഏറ്റവും ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് അമ്മായിയുടെ തീയലിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള കാര്യവും ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒഴിച്ച വെള്ളം ഏകദേശം ഒരു 5 മിനിറ്റ് തിളച്ചപ്പോഴത്തേക്കിനും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നില്ല, എനിക്ക് ഈ കൺസിസ്റ്റൻസിയിൽ മതി. നിങ്ങൾക്ക് കാണാം എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു. ഇനി നമുക്കിത് കടുക് താളിച്ചെടുക്കാം. പിന്നീട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ കടുകും കൂടി താളിക്കാം. കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്, റിഫൈൻഡ് ഓയിലൊന്നുമല്ല. ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവ നന്നായി പൊട്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. തീർച്ചയായിട്ടും ഈ തീയൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സാമ്പാർ പൊടി ഇടുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ടേസ്റ്റ് വ്യത്യാസം മനസ്സിലായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു. എൻ്റെ എല്ലാ വ്യൂവേഴ്സും ഈ ഉള്ളിത്തീയൽ ട്രൈ ചെയ്ത് നോക്കുക. കളർഫുള്ളാണ്. നമ്മളിത് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല. തീർച്ചയായിട്ടും കറക്റ്റ് അളവിന് തേങ്ങയുടെ മൂപ്പ്, അതുപോലെ വെള്ളം തൊടാതെ തേങ്ങ അരയ്ക്കാൻ ശ്രദ്ധിക്കുക.
ഉള്ളിയിൽ വെള്ളം ചേർക്കാതെ തന്നെ വേവിക്കുക, നന്നായിട്ട് വഴറ്റി വേവിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തീയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, എൻ്റെ അമ്മായിയുടെ, എല്ലാവർക്കും അറിയാം നമ്മളുടെ അമ്മായി അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഡിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയും വളരെ ഒരു നാടൻ തനിമയോട് കൂടിയുള്ളതാണ്. നമ്മളുടെ അതിനെക്കാട്ടിലും ഒരു പടി മുന്നിലാണ്, 1 അല്ല 100 പടി മുന്നിലാണ് അവരുടെയൊക്കെ ഡിഷ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അമ്മായിയുടെ മെത്തേഡിൽ ഞാൻ ട്രൈ ചെയ്ത തീയലാണ്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ ഈസി വേ വേറെ രീതിയിലുണ്ട്. ആ ഒരു ഡിഷ് ഞാൻ അടുത്ത വീഡിയോയിൽ, ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ഇതിപ്പോൾ നമ്മൾ ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നന്ദി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഉള്ളിത്തീയിൽ കണ്ടു കാണും. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ്, അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഒരു പരീക്ഷണം, ആരെയും ഒരു പരീക്ഷണ വസ്തുവാക്കുവാനായിട്ട് ഞങ്ങൾ ചെറിയൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതല്ല. ഒരു വിഭവവും, എല്ലാ വിഭവവും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് കരുതുന്നതാണ്. അതുപോലെ എല്ലാ ഡിഷസും ഇതുവരെ ഇട്ടിട്ടുള്ളതും ഇനി അങ്ങോട്ടുള്ളതും എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് ഡിലേ ആയി. അത് എൻ്റെ കസിൻസിൻ്റെയൊക്കെ കുറച്ച് മാരേജ്, കുറേ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മാരേജും ഫങ്ഷൻസും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പം കണ്ടിന്യൂലി അങ്ങോട്ട് നമുക്ക് ഓരോ ഡിഷസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. തികച്ചും ഏറ്റവും കൂടുതൽ ഞങ്ങൾ നാടൻ വിഭവം തന്നെയായിരിക്കും ട്രൈ ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് കാണണം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള ഡിഷസുകൾ, മെയിൻ വെജിറ്റേറിയൻ ഡിഷസുകൾ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിവുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഞങ്ങൾ ഡിഷ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഡൗട്ടുള്ള ഡിഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഈ തീയൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വളരെയേറെ നന്ദിയുണ്ട്. ബൈ.